ഇപ്പൊ മൊയ്തുക്കാക്ക് മിഡിൽ ഈസ്റ്റിലും കേരളത്തിലുമായിട്ട് എത്ര സ്ഥാപനങ്ങളാണ് ഉള്ളത്? കോടികളുടെ ആസ്തിയുണ്ട്. മൊയ്തുക്ക ഇപ്പോഴും യാത്ര ചെയ്യുന്നത് ഒരു സാധാരണ ഓട്ടോയിൽ തന്നെ. അപ്പോൾ എൻ്റെ അറിവിൽ ഒരു ഓഡിയോ ബെൻസോ ഒക്കെ എടുക്കാവുന്ന ഒരു സാഹചര്യമാണ് മൊയ്തുക്കാക്ക് എന്നുള്ളതാണ് എൻ്റെ അറിവ്. ഈ 4 വാർഡിലെ അതായത് ആര് എന്നോട് വന്ന് ചോദിച്ചാലും 1000 കോപ്പി വരെ വാങ്ങിക്കൊടുക്കാൻ ഞാൻ തയ്യാറാണ് ഇൻഷാ അല്ലാഹ്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന 2 കാര്യങ്ങളിൽ ഒന്നാണ് മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോകുന്ന യുവത്വം. അതുപോലെ തന്നെ മാതാപിതാക്കളെയെല്ലാം മറന്നുകൊണ്ട് ബന്ധുമിത്രാദികളെയും ഉറ്റവരെയും ഉടവരെയും വിട്ടുകൊണ്ട് മറ്റുള്ളവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെൺമക്കള്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന മതവർഗീയത. അപ്പൊ മൊയ്തുക്ക ഇങ്ങനെ മുജാഹിദ് എന്നുള്ള ആ ഒരു ലേബൽ അല്ലാണ്ട് പിശുക്കൻ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ മക്കളെ കൊണ്ട് ഈ മുക്കാപ്പാവം കൊടുത്ത് കെട്ടിക്കുക എന്നുള്ളത് സാധാരണ നമ്മുടെ മണ്ണാർക്കാട് പ്രദേശത്ത് കാണാത്തൊരു സംഭവം ചെയ്യുമ്പോൾ. അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് സാധാരണത്തെ വീഡിയോ, റിയാക്റ്റിംഗ് വീഡിയോ അല്ല ചെയ്യുന്നത്. ഇന്ന് ഒരാളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് ചെയ്യുവാനുള്ളത്. മണ്ണാർക്കാട്ടുകാരനായ ഒരു മൊയ്തുക്ക, അദ്ദേഹത്തെയാണ് പരിചയപ്പെടുത്താനുള്ളത്. അദ്ദേഹത്തിനുള്ള പ്രത്യേകത എന്താണ് എന്നുള്ളത് വീഡിയോയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരു ഓട്ടോ തൊഴിലാളിയായി തുടങ്ങിയ മൊയ്തുക്ക ഇന്ന് സ്വദേശത്തും മിഡിൽ ഈസ്റ്റിലുമായിട്ട് നിരവധി ബിസിനസ് സ്ഥാപനങ്ങളുടെ ഉടമയാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിലേക്ക് എന്നെ എത്തിച്ചത് 26 ആരാധനാലയങ്ങൾ ഉൾപ്പെടെ 150-ൽ പരം വീടുകളിലേക്ക് എല്ലാ മാസവും അദ്ദേഹത്തിൻ്റെ ലാഭവിഹിതത്തിൽ നിന്ന് ഒരു സംഖ്യ അദ്ദേഹം സംഭാവനയായിക്കൊണ്ട് സ്വതക്കയായിക്കൊണ്ട് നൽകുന്നുണ്ട്. എന്താണ് ഇതിലേക്ക് അദ്ദേഹത്തെ എത്തിച്ച പ്രചോദനം, അദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങൾ, കുടുംബ പശ്ചാത്തലം എല്ലാം നമുക്ക് ചർച്ച ചെയ്യാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്ത്. മൊയ്തുക്കാനെ ഞാൻ പരിചയപ്പെടുന്നതും മറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ സംസാരിക്കാം. എനിക്കറിയാനുള്ളത്, വെറും ഒരു ഓട്ടോ തൊഴിലാളികൾ അത്ര കുറഞ്ഞത് എന്നല്ല ഞാൻ പറയുന്നത്, ഒരു ഓട്ടോ തൊഴിലാളിയിൽ നിന്ന് ഇന്ന് ഈ കാണുന്ന ഈ ഒരു സ്റ്റേജിലേക്ക് മൊയ്തുക്ക എത്തിയത് ഒന്ന് വിശദീകരിക്കാൻ കഴിയുമോ? തീർച്ചയായിട്ടും. ഞാൻ സൗദി അറേബ്യയിൽ ജോലി ആവശ്യാർത്ഥം പോകേണ്ടായി. അങ്ങനെ തന്നെ തുടങ്ങുന്നതായിരിക്കും അത് ശരിയെന്ന് തോന്നുന്നു ഇൻഷാ അല്ലാഹ്. അങ്ങനെ രാത്രി നമസ്കാരങ്ങൾക്കും ഏശ നമസ്കാരങ്ങൾക്കും ഒക്കെ ചെന്നാൽ, അതായത് ചില ഇമാമുമാര് തേങ്ങി കരയും ആ ആയത്തിനെ പൂർത്തിയാക്കാൻ കഴിയാതെ. അത് എന്നെ ഒരു വല്ലാത്ത ഒരവസ്ഥയിലേക്ക്, ഞാനും ഒരു മുസ്ലിമാണ്, ഖുർആൻ എൻ്റേതും കൂടെയാണ്. അപ്പോൾ എന്താണ് ഇയാളിത് കരയുന്നു എന്നുള്ള ഒരു ആകാംക്ഷ എന്നിൽ. അപ്പം ഞാനത് കാരണം സൗദി അറേബ്യ എൻ്റെ 2ാമത്തെ മദ്രസയായിട്ട് സ്വീകരിച്ചു എന്നുള്ളതാണ്. അങ്ങനെ അതിൻ്റെ അന്വേഷണമായിട്ട് പറഞ്ഞാൽ ജാലിയത്ത് എന്ന് പറഞ്ഞ ചില സംഭവങ്ങളൊക്കെ അവിടെ ഉണ്ട്. അവർ പഠിപ്പിച്ചു തരും ചെന്നാൽ. പക്ഷെ അതിനൊന്നും എനിക്ക് സമയം കിട്ടാറില്ല. പിന്നെ അതുമാത്രമല്ല, ഒരു കൂടുതൽ വയസ്സായിട്ട് അവിടെ ചെന്ന് പഠിക്കുമ്പോൾ നമ്മൾ ഇത് മനസ്സിലാക്കാൻ വേണ്ടി കൂടുതൽ ചോദിക്കുമ്പോൾ അവർക്ക് പ്രയാസപ്പെട്ടു എന്ന് വരാം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അബ്ദുൾ റഹ്മാൻ സുദൈസി എന്ന് പറയുന്ന കഅബത്തിലെ, അതായത് മക്കയിലെ ഇമാമിൻ്റെ അതായത് ഓത്ത് കേൾക്കാൻ ഇട വന്നു. അന്ന് പറഞ്ഞാൽ ഈ ടേപ്പ് റിക്കാർഡിൻ്റെ കാസറ്റ് പോയിട്ട് CD വരുന്ന കാലമാണ്. അങ്ങനെ അതിനൊരു CD മേടിച്ചു. CD മേടിച്ചിട്ട് പറഞ്ഞാൽ ഇടത്തെ കയ്യിൽ റിമോട്ടും വലത് കയ്യിൽ ഖുർആനും വെച്ചിട്ട് ഇമാമ് ഓതി തരുന്നതിന് പോലെ ഞാൻ ഓതാൻ ശ്രമിച്ചു. അങ്ങനെ കുറേ പ്രാവശ്യങ്ങളാണ്, അല്ല കുറേ വർഷങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞിട്ട് ഇത് എന്താണ് പറയുന്നത് എന്ന് നോക്കണം. കാരണം എന്താണെന്ന് വിചാരിച്ചാൽ, ഞാനൊരു ഡ്രൈവർ ആവണമെങ്കിൽ അതിൻ്റെ ഗിയർ അറിയണം, അതിൻ്റെ ക്ലച്ച്, ആക്സിലറേറ്റർ ഇതൊക്കെ അറിഞ്ഞെങ്കിലേ എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അപ്പം ഞാനൊരു മുസ്ലിമാണ്, അൽഹംദുലില്ലാ, ഞാൻ മുസ്ലിം കുടുംബത്തിലാണ് ജനിച്ചിട്ടുള്ളത്. അങ്ങനെ പരിഭാഷ വാങ്ങിയിട്ട് പഠിച്ചു. ഇതൊക്കെ വർഷങ്ങളാണ്, അല്ലാതെ ഒരു ദിവസം 2 ദിവസം കൊണ്ടൊന്നല്ല. നാട്ടിൽ വരുമ്പോൾ എൻ്റെ കുട്ടികളൊക്കെ അന്ന് സ്കൂളിൽ പഠിക്കുന്ന പ്രായങ്ങളാണ്. അപ്പോൾ അവരോട് ഞാൻ പറയും, അതായത് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങളൊരു ജോലിക്കാവരുത്, അത് സംസ്കാരം ഉണ്ടാവാനാവണം. 21 വയസ്സ് വരെ എൻ്റെ കുട്ടികൾക്ക്, നിങ്ങൾക്ക് വിദ്യാഭ്യാസം, പാർപ്പിടം, ഭക്ഷണം, ആരോഗ്യം വാപ്പാൻ്റെ വകയാണ്. ആ 21 കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയും എന്ത് ചെയ്യണം എന്നുള്ളത്. അങ്ങനെ പറഞ്ഞാൽ അവരെ പറഞ്ഞു. അതേമാതിരി അവരോട് പറഞ്ഞു, നിങ്ങൾ ഉണ്ടാവാൻ ഞാനും നിങ്ങളുടെ ഉമ്മയും ഒരു കാരണക്കാർ മാത്രമാണ്, ബാക്കിയെല്ലാം അള്ളാന്റെ സൃഷ്ടിയാണ്. നിങ്ങൾ ഉണ്ടാവാൻ കാരണക്കാരനെ ഞാനുള്ളൂ, ബാക്കി നിങ്ങളുടെ കാര്യം ഞാൻ അള്ളാഹ്ക്ക് വിടും. അത് എൻ്റെ ഈമാന്റെ ഉറപ്പാണ്. എൻ്റെ മക്കൾ എന്നെ നോക്കൂലേ, അതൊക്കെ വേറെ വിഷയങ്ങളാണ്. അല്ലച്ചാൽ എൻ്റെ മക്കൾ ഡോക്ടർ ആവണം, എഞ്ചിനീയർ ആവണം, ഇതൊന്നും എൻ്റെ ആവശ്യങ്ങളല്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഇവർക്ക് പറഞ്ഞാൽ 21 വയസ്സായപ്പോൾ ഇവർക്കൊരു ജോലി വേണം. അപ്പോൾ അതിന് പഠിച്ചോനെ ഞാൻ എന്താ ചെയ്യാനായി. അപ്പോൾ അങ്ങനെ ചിന്തയിൽ പറഞ്ഞാൽ എൻ്റെ ആദ്യത്തെ സ്ഥാപനം ഞാൻ മിഡിൽ ഈസ്റ്റിൽ തുടങ്ങി.
അപ്പം മിഡിൽ ഈസ്റ്റിലെ ആദ്യത്തെ സ്ഥാപനം തുടങ്ങിയിട്ട് പറഞ്ഞാൽ എൻ്റെ മകനെ കൊടുന്നു. അന്നൊക്കെ നല്ല പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കൃത്യമായിട്ട് പറഞ്ഞാൽ പറഞ്ഞാൽ ആ പ്രയാസങ്ങൾ ഉണ്ടാകാൻ കാരണം എനിക്ക് ഈമാനില്ലായാണ്. അതല്ല വെച്ചാൽ പറഞ്ഞാൽ അള്ളാഹുവിൽ ദന്തമായ വിശ്വാസമില്ലായാണ്, അങ്ങനെ തന്നെ പറയാം. അങ്ങനെ വട്ടിക്ക് വാങ്ങി, പലിശക്ക് വാങ്ങി, അങ്ങനെ ധാരാളം ആ ഒരു സ്ഥാപനത്തിൽ ഒരുപാട് പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞാൽ ആ സ്ഥാപനം കുറേശ്ശെ വളർന്നു വന്നു. അപ്പോൾ രണ്ടാമത്തെ മകനാകുമ്പോൾ പടച്ചവന് ഇനി അവന് വേണമല്ലോ. പിന്നെയുള്ള എൻ്റെ ഒരു സ്ഥാപനങ്ങൾക്കും എനിക്ക് പ്രയാസം ഉണ്ടായിട്ടില്ല. ഓക്കെ, ഈ കാര്യങ്ങളിൽ ചില കാര്യങ്ങൾ കൂടി നമുക്ക് അറിയേണ്ടതുണ്ട്. അതിന് മുമ്പായിക്കൊണ്ട് മൊയ്തുക്കയിലേക്ക് എന്നെ അടുപ്പിച്ച ഒരു കാര്യം എന്നുള്ളത്, നിങ്ങൾ 150-ൽ കൂടുതൽ കുടുംബങ്ങളിലേക്ക് അല്ലെങ്കിൽ വീടുകളിലേക്ക് സഹായം എത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ മൊയ്തുക്കയെ കണ്ടിട്ടുണ്ട്. ഇതിനു മുമ്പ് നിങ്ങളുടെ വീട്ടിൽ ഒരു ഡൊണേഷൻ സംബന്ധിച്ച് വരികയും നിങ്ങളുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം താങ്കൾ എന്നെ ഇങ്ങോട്ടാണ് ബന്ധപ്പെട്ടുള്ളത്. മറ്റൊരു കാര്യം പറഞ്ഞുകൊണ്ട് ഒരു ഖുർആൻ ആയത്ത് ഓതിക്കൊണ്ടാണ് താങ്കൾ എനിക്ക് ഒരു മെസ്സേജ് അയച്ചതൊക്കെ. അതിനുശേഷം മൊയ്തുക്ക എന്താണ്, ആരാണ് എന്ന് അന്വേഷിച്ചപ്പോൾ എൻ്റെ നാട്ടുകാരനാണ്, ഇങ്ങനെ ഒരു വ്യക്തിയാണ്, ഹയാ സൂപ്പർ മാർക്കറ്റിന്റെ ഓണറാണ് എന്നെല്ലാം അറിയാൻ കഴിഞ്ഞു. അതിനോടൊപ്പം അറിയാൻ കഴിഞ്ഞൊരു കാര്യമാണ്, എല്ലാ മാസവും 150-ൽ പരം എൻ്റെ വീട് നിൽക്കുന്ന ആ മഹല്ലിലെ മസ്ജിദിലേക്കടക്കം താങ്കളുടെ സഹായം എത്തുന്നുണ്ട്, എല്ലാ മാസവും മുടങ്ങാതെ. അത് എന്താണ് അതിലേക്കുള്ള പ്രചോദനം എന്നുള്ളത് ഒന്നറിയാനുണ്ട്. അത് തുടങ്ങിയിട്ട് ഏകദേശം എത്ര ആയിട്ടുണ്ട് എന്നും അറിയണം. അതിന്റെ പ്രചോദനം പറയുമ്പോൾ ഇങ്ങനെ പറയണം. സൂറത്ത് തന്നെ എടുക്കാം നമുക്ക്. ലൈസൽ ബുർറ അൻ തുവല്ലൂ വുജൂഹകും ഖിബലൽ മശ്രിഖി വൽ മഗ്രിബി വലാകിന്നൽ ബുർറ മൻ ആമൻ വലാകിന്നൽ ബുർറ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിരി വൽ മലായികതി വൽ കിതാബ് والنبيين وآتى المال على حبه ذوي القربى واليتامى والمساكين وابن السبيل والسائلين وفي الرقاب وأقام الصلاة وآتى الزكاة والموفون بعهدهم إذا عاهدوا والصابرين في البأساء والضراء وحين البأس أولئك الذين صدقوا وأولئك هم المتقون. അത് ഖുർആൻ ഇങ്ങനെ പറയുന്നത്, കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ നിങ്ങളുടെ മുഖം തിരിക്കലല്ല പുണ്യം, എന്നാൽ അള്ളാഹുവിലും അന്ത്യദിനത്തിലും മലക്കുകളിലും വേദഗ്രന്ഥത്തിലും നബിമാരിലും വിശ്വസിക്കുകയും നിങ്ങൾക്ക് സ്വത്തുണ്ടായിട്ടും അത് പറഞ്ഞാൽ സ്വത്തിന് പ്രിയമുണ്ടായിട്ടും അത് ബന്ധുക്കൾക്കും അനാഥകൾക്കും അഗതികൾക്കും വഴിപോക്കനും ചോദിച്ചു വരുന്നവനും അടിമ മോചനത്തിനും കൊടുക്കുകയും, പിന്നെ ഖുർആൻ പറയുന്നു നിങ്ങൾ നിസ്കരിക്കുകയും സകാത്ത് കൊടുക്കുകയും ചെയ്താൽ അവനാണ് പുണ്യവാൻ, അവനാണ് സത്യം പാലിച്ചവൻ. ഇത് ഏത് സൂറത്താണെന്ന്? സൂറത്ത് ബഖറ 177-ാമത്തെ ആയത്താണ്. 177-ാമത്തെ ആയത്ത്. സൂറത്ത് ബഖറ പറയുമ്പോൾ 2-ാമത്തെ അധ്യായം 177-ാമത്തെ ആയത്ത്. അപ്പൊ നമ്മളിങ്ങനെ ഈ 150 കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇതിന് നാളേക്ക് ഇത് കിട്ടുമോ കിട്ടൂലേ എന്നൊരു സംശയം വരുമ്പോൾ ഞാൻ ഓതുന്ന ഒരായത്തുണ്ട്. അതായത് പറഞ്ഞാല് وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ الدَّعْوَةَ الدَّاعِ إِذَا دَعَانِ فَلْيَسْتَجِيبُوا لِي وَلْيُؤْمِنُوا بِي لَعَلَّهُمْ يُرْشُدُونَ. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് പറയാണ്, നബിയെ, എൻ്റെ ദാസന്മാർ താങ്കളോട് വന്നിട്ട് ചോദിക്കും ഞാൻ എവിടെയാണെന്ന്. അവരോട് പറയണം ഞാൻ അവർക്ക് ഏറ്റവും അടുത്തുണ്ടെന്ന്. എന്നിട്ട് അവർ എന്നിൽ വിശ്വസിക്കുകയും എന്നോട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഞാൻ ഉത്തരം നൽകാമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. ഈ 150-ൽ പരം വീട്ടിലേക്ക് കിട്ടൂല എന്ന് ഒരു ബേജാറും എനിക്കില്ല. കാരണം ഞാൻ ഇത് റസൂല് പഠിപ്പിച്ചതാണ്, ഇത് അള്ളാഹ് കൽപ്പിച്ചതാണ്, അത് ഞാൻ മുറുകെ പിടിക്കുന്നുണ്ട്. ഒരു ബേജാറും എനിക്കില്ല ഇൻഷാ അല്ലാഹ്. ഇനി ഇതിലേക്ക് എത്തുന്ന മറ്റെന്തെങ്കിലും ഒരു ജീവിതത്തിൽ ഇനി പറഞ്ഞാലുണ്ട്. അപ്പൊ ഇത് ആർക്ക് കൊടുക്കണം എന്ന് ഇതിൽ കൃത്യമായിട്ട് പറഞ്ഞു. അതായത് ഇതൊക്കെ പറഞ്ഞു. പിന്നെ പറഞ്ഞാൽ അതിൽ ഒന്നും കൂടെ പറഞ്ഞിട്ടുണ്ട്, കരാറുകൾ പാലിക്കണം എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ വിട്ടുപോയതാ. കരാറുകൾ പാലിക്കണം എന്നും കൂടെ അതിൽ പറഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ഇത് ആർക്ക് കൊടുക്കണം എന്നുള്ള ഒരു ഇത് വരുമ്പോൾ പറഞ്ഞാൽ അത് 300 റിയാലാണ്. ഒരു ചെറിയ ജോലി ചെയ്യുന്ന സൗദി അറേബ്യയിൽ ഒരു ദിഫാമായതിന്റെ തൊട്ടാണ്. അയാൾ ഉച്ചക്ക് ഒരു ഭക്ഷണം വാങ്ങിയാൽ അത് ബാക്കി വൈകിട്ട് കഴിക്കും. അയാളെ 2 പെൺമക്കളെ അയാൾ കെട്ടിച്ചിരിക്കുന്നു, ഒരു വീട് വെച്ചിരിക്കുന്നു. ആ കച്ചവടം കൊണ്ട് അത് അള്ളാഹ് അയാൾക്ക് കൊടുത്ത ബർക്കത്താണ്. എനിക്കെന്നാ ഒരുപാട് സമ്പത്ത് തരുന്നുണ്ട്, പക്ഷെ ബർക്കത്തില്ല. മനസ്സിലാണ്ടോ? അപ്പൊ അങ്ങനെ അയാളിൽ നിന്ന് കിട്ടിയ ഒരു ഉപദേശമാണ് 7 വീടിന്, അതായത് വിധവകളായ 7 വീടിന് അതായത് കൊടുക്കാൻ അയാൾ പറഞ്ഞു. ഇന്ന് അയാളെ അഡ്രസ്സോ മറ്റു പേരൊന്നുമില്ല. അഥവാ നിങ്ങളിത് കേട്ടാൽ പിന്നെ കേൾക്കാൻ ഇട വന്നു വെച്ചാൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഓക്കെ, ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതാരാണെന്ന് ഇദ്ദേഹത്തിന് ഇപ്പൊ അറിയില്ല എന്നാ പറഞ്ഞത്. അദ്ദേഹത്തിന്റെ
ഒരു അന്വേഷണം അറിയിക്കുന്നുണ്ട്. ഈ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യാനും അറിയിക്കുന്നുണ്ട്. പറയും മൊയ്തുക്ക. അത് കഴിഞ്ഞ് പറഞ്ഞാല് ഇപ്പൊ നമ്മൾ പറഞ്ഞാല് ഒരു പിന്നെ ഇഴകി ജീവിക്കുന്ന രാജ്യമാണ്. അതായത് മുസ്ലിങ്ങൾക്ക് മാത്രമൊന്നും അല്ല സദക്ക, ഞാൻ മനസ്സിലാക്കി കൊടുത്തോളാം. അപ്പൊ അതിന് പറഞ്ഞ ഞാൻ എടുത്തൊരു ആയത്തുണ്ട്. യാ അയ്യുഹന്നാസു തഖൂ റബ്ബകുമുല്ലദീ ഖലഖകും മിൻ നഫ്സിൻ വാഹിദത്തിൻ വഖലഖ മിൻഹാ സൗജഹാ വബസ്സ മിൻഹുമാ റിജാലൻ കസീറൻ വനിസാഅ വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽഅർഹാം ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ. അതിങ്ങനെ പറയുന്നത്, അതായത് സൂറത്ത് നിസാ ആദ്യത്തെ ആയത്ത്, 4-ാമത്തെ അധ്യായം ആദ്യത്തെ ആയത്ത്, 1-ാമത്തെ ആയത്ത്. അത് ഇങ്ങനെയാണ് പറയുന്നത്. അതായത് പറഞ്ഞാല് നിങ്ങളുടെ ആത്മാവിൽ നിന്ന് തന്നെ നിങ്ങളുടെ ഇണയെയും സൃഷ്ടിക്കുകയും എന്നിട്ട് ലോകത്താകമാനം സ്ത്രീ പുരുഷന്മാരെ വ്യാപിപ്പിക്കുകയും ചെയ്ത റബ്ബിനെ സൂക്ഷിക്കുക. തീർച്ചയായിട്ടും. എന്നിട്ട് പറയുന്നു വീണ്ടും, അതായത് ഏത് അള്ളാഹുവിനോടാണോ നിങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വിചാരിച്ചാൽ ആ റബ്ബിനെ സൂക്ഷിക്കുക, കുടുംബ ബന്ധങ്ങളെയും സൂക്ഷിക്കാൻ പറഞ്ഞു. മനസ്സിലാണ്ടോ? അപ്പോൾ പറഞ്ഞാൽ ഇനി ഈ സദക്കയുടെ കാര്യം കൂടെ പറയുന്നതായിരിക്കും നല്ലത് തോന്നുന്നു. നമ്മളിപ്പോ ഇരിക്കുന്നത് ചീനിക്കടയിലാണ്, ഇത് എന്റെ സ്ഥലമാണ്. ഇവിടുന്ന് കിട്ടുന്നതിലെ ഒരു സദക്ക ഈ പ്രദേശത്ത് തന്നെ കൊടുക്കും. അതായത് പറഞ്ഞാൽ അതില് പറഞ്ഞാൽ പിന്നെ ജാതി ഒന്നും നോക്കലില്ല, മനുഷ്യർക്ക് പ്രയാസം അനുഭവിക്കുന്നവർക്ക് കൊണ്ടു കൊടുക്കലാണ്. ഇതൊന്നും എന്നോട് ചോദിച്ചിട്ടല്ല, ഞാൻ വഴിമധ്യേ പോകും, കാണും, അപ്പൊ അടുത്ത കടക്കാരനോട് ചോദിക്കും, ഇങ്ങനെ ഒരാളെ കണ്ടു, അവർക്ക് ഞാനൊരു സഹായം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, പിന്നെ അവരോട് ചോദിക്കണം എന്ന് പറയും. അപ്പൊ ഇതിനുള്ള ഒരു പ്രചോദനം എന്ന് പറഞ്ഞാൽ വീണ്ടും പറയാം. കാരണം എന്താ വിചാരിച്ചാല് നമ്മൾ കുടിക്കുന്ന വെള്ളം, എന്റെ കിണറ്റിലെ വെള്ളം അള്ള തരുന്നതാണ്. 10 ഉണ്ടെങ്കിലും 15 ഉണ്ടെങ്കിലും 20 ആളുണ്ട് ചെല്ലും, അതിൽ നിന്ന് അള്ള തരുന്നുണ്ട്. പിന്നെ ഞാനിതിന് കൊടുക്കാതിരിക്കണം. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ ഇവിടുത്തെ ഇവിടെ കൊടുക്കും. ശ്രീകൃഷ്ണപുരത്ത് എനിക്കൊരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്, ഹയാന്ന പേര്. അവിടുന്ന് കിട്ടുന്നത് പറഞ്ഞാൽ ആ ഏരിയയിലുള്ളവർക്ക് കൊടുക്കും. അതായത് അവിടുത്തെ അത് പിന്നെ അതിനെ തിരഞ്ഞെടുക്കുന്നത് കാരണം അവിടുത്തെ രാഷ്ട്രീയ പ്രവർത്തകർ, വാർഡ് മെമ്പർമാർ, പൊതുപ്രവർത്തകർ, പള്ളി കമ്മിറ്റിക്കാരും ഉണ്ട്. അപ്പോൾ ഈ കിട്ടുന്നതിൽ പറഞ്ഞാൽ ഒന്ന് ശ്രീകൃഷ്ണപുരം ചന്തപ്പേരിയിൽ ഒരു പള്ളി, ഷെഡുകുന്നത്ത് ഒരു പള്ളി, തോട്ടരിയിൽ ഒരു പള്ളി, ആ പരിസരങ്ങൾക്ക് വീടുകളുണ്ട്. 30-ൽ പരം ശ്രീകൃഷ്ണപുരത്ത് കിട്ടുന്നതുണ്ട്. നാളെ എനിക്ക് കിട്ടുകയോ കിട്ടൂലേ നിന്റെ മക്കൾ ചോദിച്ചാൽ ഞാൻ അവരോട് പറയും, റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്, ഞാനിതിന് സംശയിക്കണം. മനസ്സിലാണോ? തീർച്ചയായിട്ടും. അത് കഴിഞ്ഞ് പറഞ്ഞാല് ചങ്ങലീരിയിൽ എനിക്കൊരു സ്ഥാപനമുണ്ട്, മിഡിൽ ഈസ്റ്റിലുണ്ട്. ഇതിലൊരു സംശയമുണ്ട്, ചോദിക്കട്ടെ. ഇതിപ്പോ ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ കുറെ സംഘടനകളുണ്ട്. ആ സംഘടന ബേസ് ചെയ്തിട്ടാണോ അതോ എങ്ങനെയാണ്? അതുകൂടി ഒന്ന് അത് പറയുമ്പോ പറഞ്ഞാല്, അതായത് പള്ളിക്കുന്നിൽ നിങ്ങളുടെ വീടിന്റെ അടുത്തൊരു പള്ളി, ചോമേരിയില് പറഞ്ഞാല് ഒരു പള്ളി, ബസ് സ്റ്റാൻഡിന്റെ ബാക്കിൽ ഒരു പള്ളി, ഞെട്ടക്കടവ് റോഡിലേക്ക് തിരിഞ്ഞാല് നമ്പ്യംകുന്ന് പോത്തോക്കിക്കാവ് മുതൽ ഞെട്ടക്കടവിലുള്ള എല്ലാ ചെറിയതും വലുതുമായ പള്ളികൾ എന്നോട് അള്ള നിസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനോ പറഞ്ഞു, അള്ള തന്നതിന്ന് ചെലവഴിക്കാനും പറഞ്ഞു. മനസ്സിലാണ്ടോ? അപ്പൊ മറ്റുള്ളവർ ചെയ്യുന്നതിന്റെ ഒരു കണക്കും എന്നോട് ചോദിക്കൂല. അവിടെ അവര് പറഞ്ഞാലും നിസ്കരിക്കാൻ വരെയും നിസ്കരിച്ചിട്ട് വിജയം കൈവരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതോട്ട് അവര് ചെയ്യുന്നത് അവരോട് ചോദിച്ചോളൂ, എനിക്കതിന്റെ ഭാഗമല്ല. കാരണം എന്നോട്, എന്റെ മദ്രസ സൗദി അറേബ്യയാണ്, തീർച്ചയായും കൂടെ പറയണം. അതായത് കാരണം അവിടെ സൗദികൾ വന്നിട്ട് യേശുസ്മ എന്താ എന്ന് ചോദിച്ചാല് ഞാൻ മുഹമ്മദാണെന്ന് പറഞ്ഞാലും അവര് ചോദിക്കും നീ മുസ്ലിമാണോന്ന്. ആ മുസ്ലിമാണെന്ന് അൽഹംദുലില്ലാ മുസ്ലിമാന്ന് പറഞ്ഞാൽ അത് തീർന്നു. നമ്മൾ അവിടെ പറഞ്ഞാൽ പിന്നെ അതിനൊരു സംശയമുണ്ട്. അത് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എന്റെ ഇൽമ് സൗദി അറേബ്യയാണ്. മനസ്സിലാണ്ടോ? അതായത് കാരണം മസ്ജിദ് ഹറമിന്റെ ഇമാം സുദൈസി, അബ്ദുൽ റഹ്മാൻ സുദൈസി, അവരിൽ നിന്നാണ് ഞാൻ അയാളുടെ വോയിസ് കേട്ടിട്ടാണ്. അയാളുടെ വോയിസ് ഖുർആന് പറഞ്ഞ ആളാണ്. അങ്ങനെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അതാണ് ആ വിഷയത്തിൽ പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ്. ഇനി മൊയ്തുക്ക എനിക്ക് അറിയാനുള്ളൊരു കാര്യം, ഒരുപക്ഷെ പ്രേക്ഷകർക്കും, ഇവിടെ 5 മക്കളാണ് മൊയ്തുക്കാക്ക് പറഞ്ഞു. 5 കുട്ടികൾ എങ്ങനെയാണ്, ഏതാണ് നിങ്ങളുടെ ഫാമിലി, മറ്റുള്ള സാഹചര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? അത് വിശദീകരിക്കാൻ പറ്റും. ഒന്ന് പറഞ്ഞാൽ എനിക്ക് 5 കുട്ടികളാണ്. പിന്നെ മൊത്തം എൻ്റെ വീട്ടിൽ 19 അംഗങ്ങളുണ്ട്. ഈ 19 അംഗങ്ങളെയും അതായത് ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഇതും ഖുർആനിൽ നിന്ന് കിട്ടുന്നതാണ്. കിട്ടുന്നുണ്ടോ? ഇനി പറഞ്ഞാൽ ഇവരുടെ വിവാഹത്തെയും കൂടെ പറയുന്നത് നന്നായിരിക്കും. സൂറത്ത് ഖസസ് 28-ാമത്തെ ഒരു അധ്യായമുണ്ട്. അതിൽ 27ഉം 28ഉം 2 ആയത്തുകളുണ്ട്. അതിൽ മൂസാ നബി അലൈഹി സ്വലാമിന്റെ പിന്നെ വിവാഹത്തെ പറ്റി പ്രതിപാദിക്കുന്നുണ്ട്. അത് നമുക്ക് മലയാളത്തിൽ തന്നെയാണ് പറയാം. അതായത് പിന്നെ പിതാവ് പറഞ്ഞു, എൻ്റെ ഈ 2 മക്കളിൽ ഒരാളെ 8 വർഷം നീ കൂലി വേല ചെയ്യാമെന്ന കരാറിൽ നിനക്ക് വിവാഹം ചെയ്തു തരാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. അത് 10 വർഷം ആക്കുകയാണെങ്കിൽ നിന്റെ ഇഷ്ടം. അപ്പൊ മൂസാ നബി അലൈഹി സ്വലാമിന് അത് പറഞ്ഞത് പറഞ്ഞാൽ നിങ്ങൾ ഈ പറഞ്ഞത് തന്നെയാണ് നിശ്ചയം.
ഈ രണ്ടിൽ ഏത് ഒരു കരാറ് ഞാൻ നിറവേറ്റുകയാണെങ്കിലും എന്നോട് വിരോധം തോന്നരുത്, അതിന് അള്ളാഹു സാക്ഷിയാണ് എന്ന് പറഞ്ഞു. അങ്ങനെ മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ കല്യാണം കൊണ്ട് ആ പിതാവിന് ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞാൽ എൻ്റെ മക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുമ്പോഴും ആ കുടുംബത്തിലൊരു പ്രയാസം ഉണ്ടാകരുത് എന്ന ഒരു തീർമാനം എടുത്തു. അങ്ങനെ മക്കളോട് പറഞ്ഞു, നിങ്ങളുടെ ഉമ്മ വന്നപ്പോൾ ഒരു 8 പവന് കൊടുത്തിട്ടുണ്ട്, ഞാൻ നിങ്ങളുടെ ഉമ്മാക്ക് കൊടുത്തത് 3 പവന് മഹറാണ്. അപ്പോൾ ആ 3 പവന് മഹർ കൊടുത്തിട്ട് നമുക്കൊരു കല്യാണം നിങ്ങൾ കഴിക്കുക, കാരണം ആർക്കും ബുദ്ധിമുട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ മൂത്ത മോൻ പറഞ്ഞു, അല്ല അത് ഒരു മാല എന്ന് പറഞ്ഞാലോ ചോദിച്ചു. പറ്റൂല, ഈ മൂത്ത മോന്റെ കല്യാണം കഴിയുന്നത് 11 വർഷം മുമ്പാണ്. അപ്പൊ അന്ന് പറഞ്ഞാൽ ഒരു പവന് കൊടുത്ത 10 പവന് കൊടുക്കുന്ന എന്തൊക്കെ ഒരു നാട്ടു നടപ്പൊക്കെ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. അപ്പൊ അവരെ നമ്മൾ പ്രയാസപ്പെടുത്തണ്ട. അങ്ങനെ മൂത്ത മോന്റെ കല്യാണം കഴിച്ചത്, ഇതൊന്നും വെറുതെ ഒരു പ്രസംഗത്തിന് പറയുന്നല്ല, മൂത്ത മോൻ കല്യാണം കഴിച്ചത് പറഞ്ഞാൽ കല്ലാങ്കുഴിയില് പറഞ്ഞാലും മുണ്ടമ്പോക്കിൽ മുസ്തഫാന്റെ മകളാണ്, 3ാമത്തെ മകളാണ് എന്റെ മോൻ. അപ്പൊ ആദ്യത്തെ കല്യാണത്തിന് പറഞ്ഞാൽ ആദ്യത്തെ ഈ മോനെ കൊണ്ട് ചെയ്യിച്ച ഒരുപാട് പ്രയാസം ഉണ്ടായി. 3 പവന് പെണ്ണല്ല കിട്ടുക, മണ്ണ കിട്ടുക എന്നൊക്കെ പറഞ്ഞ ആശയം. അങ്ങനെ ഞാൻ പറഞ്ഞ പടച്ചവനോട് തോർക്കും, പടച്ചവനെ ഒരാളെ പ്രയാസപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, എൻ്റെ മകന് സാലിഹത്തായ ഒരു പെണ്ണിനെ കുടുംബത്തിൽ പറഞ്ഞാൽ കിട്ടണേ റബ്ബേ എന്നുള്ള പ്രാർത്ഥന. 15ാമത്തെ ദിവസം കല്യാണം നടന്നു. അപ്പൊ അന്ന് പറഞ്ഞാൽ ഈ മഹർ 3 പവനുള്ളൂ. അപ്പൊ ഇവരോട് പറഞ്ഞു പറഞ്ഞാല് നിങ്ങൾക്ക് 8 പവൻ വരെ വേണമെങ്കിൽ ആവാം, ഞങ്ങൾക്കൊരു നിർബന്ധമല്ല, പക്ഷെ 8 കൂടി 1 ഗ്രാമോട്ട് വരരുത്, കാരണം എനിക്ക് ഇനി വീണ്ടും 4 മക്കൾ കല്യാണം കഴിക്കാനുണ്ട്. അപ്പൊ ഈ 4 മക്കൾ നിങ്ങൾ ഇനി ഒരു സംഖ്യ കൊടുത്തു, പിന്നെ ഞാൻ അതിനെ തിരഞ്ഞെടുക്കണം. ഇനി അതല്ല പറഞ്ഞാൽ ഏറ്റക്കുറക്കൽ വന്നു പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിന്റെ സമാധാനം എനിക്ക് നഷ്ടപ്പെടും, എനിക്ക് സമാധാനമാണ് വലുത്, അതായത് പറഞ്ഞാൽ സമാധാനം വലുത്, അപ്പൊ അതുകൊണ്ട് ഇതേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ ആദ്യത്തെ വിവാഹം കഴിഞ്ഞു. അപ്പോൾ ഇവർക്ക് രണ്ടാമത് ഈ മഹറൊക്കെ കുറച്ചപ്പോൾ ഞാൻ മുജാഹിദാണോ എന്നൊരു സംശയം. അന്ന് പറഞ്ഞാൽ പാണക്കാട്ടിൽ നിന്ന് ശിഹാബ് തങ്ങളുടെ 2ാമത്തെ മകനാണെന്ന് തോന്നുന്നു, നിക്കാഹിനും കൊടുന്നു. 15ാം ദിവസം കല്യാണം കഴിച്ചു. അൽഹംദുലില്ലാ, മനസ്സിലാട്ടോ. ബാക്കി മക്കൾക്കൊന്നും പ്രയാസം ഉണ്ടായില്ല. 2ാമത്തെ മകന് കല്ലടിക്കോടാണ്, ഒരു അഷ്റഫ്. 3ാമത്തെ മകൻ അതായത് ബഷീർ അക്കര താഴേക്കോട്. 4ാമത്തെ മകൻ പറച്ചീരി, നിങ്ങളെ വീടിന്റെ അടുത്താണ്, അതായത് അസ്കറിന്റെ മോള് ഒരു ഇലക്ട്രീഷ്യനാണ്. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കുന്നു. ഇതിനൊക്കെ വളരെ ത്യാഗങ്ങളുണ്ട് കേട്ടോ. അപ്പൊ മൊയ്തുക്ക, ഇങ്ങനെ മുജാഹിദ് എന്നുള്ള ആ ഒരു ലേബൽ അല്ലാണ്ട് പിശുക്കൻ എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഈ മക്കളെ കൊണ്ട് ഈ 3 പവൻ കൊടുത്ത് കെട്ടിക്കുക എന്നുള്ളത് സാധാരണ നമ്മുടെ മണ്ണാർക്കാട് പ്രദേശത്ത് കാണാത്തൊരു സംഭവം ചെയ്യുമ്പോൾ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഒരു വീട്ടിൽ നിന്ന് അതായത് പറഞ്ഞാൽ ഇതിന് പിന്നെ അനാവശ്യ ചെലവുകളൊക്കെ കുറച്ചു. അതായത് അതാ പറയുന്നത്, അതായത് മൂത്ത മോനോട് പറഞ്ഞു, ഭാര്യ ഗർഭിണിയായപ്പോൾ കൃത്യമായിട്ട് 5 വക്ത് നിർണയിക്കപ്പെട്ട സമയത്ത് നീ നിസ്കരിച്ചാൽ ഞാൻ ഹഖീഖത്തർക്കൽ സമ്മതിക്കാം. അതല്ല ഫിറോസിന്റെ കുട്ടിക്ക് 2 ലക്ഷം റുപ്യന്റെ മൂരി, അത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. എൻ്റെ വീട്ടിൽ പറഞ്ഞാൽ ഞാൻ ഗ്രഹനാഥൻ, പൂർണ്ണമായിട്ടും അതിന്റെ അധികാരം എനിക്കായിരിക്കണം, കുട്ടികളെ പറഞ്ഞ ബോധ്യപ്പെടുത്തണം. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ എല്ലാ വിധത്തിലും കുറച്ചു. അതായത് കുട്ടിയെ കാണല്, മുടി കളച്ചില്, ഇതിലൊക്കെ ഞാനും എൻ്റെ പെങ്ങന്മാരും എൻ്റെ ഭാര്യ ഒഴിച്ച് ബാക്കിയുള്ളതൊക്കെ കുറച്ചത് കാരണം എന്നുള്ള പേരുണ്ട്. ഓക്കെ. ഇപ്പൊ മൊയ്തുക്കാക്ക് മിഡിൽ ഈസ്റ്റിലും കേരളത്തിലുമായിട്ട് എത്ര സ്ഥാപനങ്ങളാണുള്ളത്? 5 സ്ഥാപനങ്ങളുണ്ട്. അപ്പൊ 5 മക്കൾക്ക് 5 സ്ഥാപനങ്ങളുണ്ട്. 5 മക്കൾക്കും 5 സ്ഥാപനങ്ങളുണ്ട്. ഇതിന് ഞാൻ പറഞ്ഞ ഒരു കഠിനമായി അധ്വാനിച്ചിട്ടൊന്നുമില്ല, പ്രാർത്ഥന തന്നെയാണ്. ആ പ്രാർത്ഥനയോടൊപ്പം എൻ്റെ കർമ്മങ്ങളും, മനസ്സിലാണ്ടോ? അതായത് പറഞ്ഞാൽ അള്ള കൽപ്പിച്ചതും റസൂല് പഠിപ്പിച്ചതുമായ ഒരു മാർഗത്തിലൂടെ തന്നെയാണ് പോകുന്നത്. അതുകൊണ്ട് ഓക്കെ. പിന്നെ ഈ 5 സ്ഥാപനങ്ങള് കോടികളുടെ ആസ്തിയുണ്ട്. മൊയ്തുക്ക ഇപ്പോഴും യാത്ര ചെയ്യുന്നത് ഒരു സാധാരണ ഓട്ടോയിൽ തന്നെ. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഒരു ഓട്ടോ തൊഴിലാളി എന്ന രൂപത്തിൽ ജീവിതയാത്ര തുടങ്ങിയ മൊയ്തുക്ക ഇപ്പോഴും ഒരു ഓട്ടോറിക്ഷ മാത്രമാണ്. അപ്പോൾ എൻ്റെ അറിവിൽ ഒരു ഓഡിയോ ബെൻസോ ഒക്കെ എടുക്കാവുന്ന ഒരു സാഹചര്യമാണ് മൊയ്തുക്കാക്ക് എന്നുള്ളതാണ് എൻ്റെ അറിവ്. അപ്പോൾ ഇപ്പോഴും ഈ ഓട്ടോയിൽ യാത്ര ചെയ്യുന്നതിൻ്റെ ആ ഒരു കാര്യം ഒന്ന് വിശദീകരിക്കാമോ? കൃത്യമായിട്ട് അള്ളാനെ ഓർക്കുക എന്നുള്ളതാണ്. എൻ്റെ കർമ്മങ്ങളിൽ പാളിച്ച പറ്റിയാൽ അള്ളാഹ് ഇത് തിരിച്ചെടുക്കും. അതിനേക്കാൾ ഉപരി പറഞ്ഞാൽ അതുപോലെ ഒന്നും മറ്റൊന്നുള്ളത് പറഞ്ഞാൽ എന്നെ ഓർക്കാൻ തന്നു. 2 റുപ്യ മിനിമം ഉണ്ടായിരുന്ന കാലത്ത് ഞാൻ ഓട്ടോറിക്ഷ ഓടുമ്പോൾ ആശുപത്രി പഠിക്കലേക്ക് പോയാൽ 3 റുപ്യാണ്. ഇത് എന്നെ ഓർക്കും. ഈ മണ്ണാർക്കാട് കൂടെ യാത്ര ചെയ്യുമ്പോൾ എന്നെ ഓർക്കാൻ കഴിയും. അതിലത്രയേ ഉള്ളൂ. മൊയ്തുക്ക, ഇനി ബിസിനസ് സംബന്ധമായിട്ടൊരു ചോദ്യമാണ് ചോദിക്കാനുള്ളത്. മണ്ണാർക്കാട് പല എന്ന് പറയാൻ കഴിയില്ല, ചില ഹൈപ്പർ മാർക്കറ്റുകളൊക്കെ വരികയും അത് വന്ന പോലെ പൂട്ടി പോവുകയും ചെയ്തിട്ടുണ്ട്. ചിലതൊക്കെ കുത്തക കമ്പനികളുടേതായതുകൊണ്ട് അങ്ങനെ ഉന്തിത്തള്ളി പോകുന്നുണ്ട് എന്നുള്ളതാണ് എൻ്റെ അറിവ്. നിങ്ങളുടെ 2 ഹൈപ്പർ മാർക്കറ്റ് മണ്ണാർക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഈ ഹൈപ്പർ മാർക്കറ്റുകൾ ഇപ്പോഴും വിജയത്തിലാണ് പോകുന്നുള്ളത് എന്നുള്ളതും അറിയാം. ഇതിൻ്റെ ഒരു വിജയരഹസ്യം, ഇതിൻ്റെ നടത്തിപ്പിൻ്റെ മറ്റുള്ള കാര്യങ്ങൾ, തന്ത്രങ്ങളൊന്ന് പുറത്തു പറയാൻ പറ്റുന്നതുണ്ടെങ്കിൽ പറയൂ. അത് പറയാന്ന് വിചാരിച്ചാൽ ഒരു നിലപാടുണ്ടാവണം ആദ്യം. ഓക്കെ.
അത് കഴിഞ്ഞ് പറഞ്ഞാല് നമ്മൾ പറഞ്ഞ ഒരാൾക്ക് കടം കൊടുക്കുകയാണെങ്കിൽ അത് പൊരുത്തപ്പെടാവുന്ന കടയെ കൊടുക്കാവുള്ളൂ. നമ്മളൊരു കടം വാങ്ങുകയാണെങ്കിലും അത് പറയുന്ന സമയത്ത് കൊടുക്കണം. ഇത് ആ ആയത്തിൽ പറഞ്ഞതാണ്, കരാറുകൾ നിങ്ങൾ നിറവേറ്റണം. പിന്നെ പറഞ്ഞ മനുഷ്യർക്ക് പറഞ്ഞ നല്ല സാധനം കൊടുക്കണം. ലാഭം മാത്രമല്ല കച്ചവടം, കച്ചവടത്തിലൊരു സേവനമുണ്ട്. ആ സേവനം കൂടെ പ്രതീക്ഷിക്കുമ്പോഴാണ് അതിൽ അള്ളാഹ് ഒരു ബർക്കത്ത് തരുള്ളൂ. ഈ ഒരു അഭിമുഖ സംഭാഷണം അല്ലാതെ സംസാരിച്ചതിൽ നിന്നും എനിക്ക് മനസ്സിലായിട്ടുള്ളത്, മൊയ്തുക്ക പരമാവധി ജീവിതവും ബിസിനസ്സും മൊത്തം എല്ലാം, അത് കുടുംബജീവിതമാണെങ്കിലും ബിസിനസ് സ്ഥാപനങ്ങളാണെങ്കിലും എന്ത് കാര്യങ്ങളാണെങ്കിലും ഖുർആനിലേക്ക് അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് ജീവിക്കുന്നത്. ഖുർആൻ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെയാണ് പ്രവർത്തിക്കുന്നതും. തീർച്ചയായിട്ടും ഈ ഒരു കാര്യത്തിലേക്ക് എത്തിയത് ഈ അബ്ദുറഹ്മാൻ സുദൈസിന്റെ ഖിറാഅത്ത് മാത്രമാണോ? തീർച്ചയായിട്ടും അല്ല. അത് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ ഇന്ന് അത് പ്രാക്ടീസ് ചെയ്യാൻ അല്ല, നമ്മളെ ഓർമ്മപ്പെടുത്താൻ ഇന്നത്തെ കേരളത്തിലെ പണ്ഡിതന്മാരുടെ വയല് ഉപയോഗപ്പെടുന്നുണ്ട്. കാരണം ഇത്രാമത്തെ ആയത്ത്, ഇത്രാമത്തെ അധ്യായം എന്ന് പറയുന്ന വയലുകൾ നമ്മളെ ഓർമ്മപ്പെടുത്തും, മനസ്സിലേക്ക് സന്തോഷം വരാറുണ്ട്. തീർച്ചയായിട്ടും. ഓക്കെ ഓക്കെ. ഞാൻ റിയാക്ടിങ് വീഡിയോകൾ ചെയ്യുന്ന ആളാണെന്നുള്ളത് മൊയ്തുക്കാക്ക് അറിയാം. എൻ്റെ വീഡിയോകൾ മൊയ്തുക്ക കണ്ടിട്ടുള്ളതാണ്. ഇവിടെ ഈ ഒരു സംഭാഷണത്തിൽ എനിക്ക് പ്രത്യേകമായിട്ട് തോന്നിയൊരു സംശയമാണ്. മൊയ്തുക്ക ഇതുവരെയും ഒരു പ്രത്യേകമായിട്ട് ഇസ്ലാമിൽ, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ, സൗദി അറേബ്യയിൽ ഞാൻ ജീവിച്ചിട്ടുള്ളതാണ്, അവിടെയും കാണാത്തൊരു കാര്യമാണ് ഈ സംഘടന തിരിച്ചുകൊണ്ടുള്ള ഒരു പക്ഷപാതിത്വം. മൊയ്തുക്കയിൽ ആ ഒരു സംഘടനാ പക്ഷപാതിത്വം ഇതുവരെയും സംസാരത്തിൽ കണ്ടില്ല. അതിനെക്കുറിച്ച് പറയുന്നതോടൊപ്പം ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് ഏറ്റവും കൂടുതൽ, ഏറ്റവും എളുപ്പം പെട്ടെന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത് വർഗീയതയാണ്. ഈ വർഗീയത ഇത്രയും വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ ചുറ്റുവട്ടത്തിൽ മതേതരത്വ കാഴ്ചപ്പാടും മൊയ്തുക്കയിൽ കാണുന്നുണ്ട്. മൊയ്തുക്കയുടെ സഹായം എത്തിക്കുന്നതിൽ ജാതി മതം നോക്കാതെ ചിലപ്പോൾ ജനപ്രതിനിധികൾ, പഞ്ചായത്ത് മെമ്പർമാർ, അതുപോലെ അവിടെയുള്ള ചുമട്ടു തൊഴിലാളികൾ, ഷോപ്പുകൾ, അങ്ങനെയുള്ള ആളുകൾ പറയുന്ന ആളുകൾക്കാണ് നിങ്ങൾ സഹായം എത്തിക്കുന്നത്. അവരുടെ ജാതിയോ മതമോ നോക്കാതെയാണ്. സംഘടനാ പക്ഷപാതിത്വം ഇല്ലാതെ ഇതുപോലെ ഇത്രയും മതേതര ചിന്താഗതിയോടെ ജീവിക്കുന്നത്. അതിൻ്റെ ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. അത് ഒന്നും കൂടെ പറയുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. അതായത് ഞാൻ നേരത്തെ ഓതി വെച്ച നിസായിലെ ആയത്ത് നിങ്ങൾക്ക് മനസ്സിലായോ എന്നറിയില്ല, ഇല്ലെങ്കിൽ അത് ഒന്നും കൂടെ തിരിച്ചു പറയാണ്. അള്ളാഹ് അതായത് കാരണം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് അതിൻ്റെ ഇണയിൽ നിന്ന് തന്നെ അതിൻ്റെ ആത്മാവിൽ നിന്ന് തന്നെ അതിൻ്റെ ഇണയെയും സൃഷ്ടിച്ചിട്ട് ലോകത്തുള്ള എല്ലാ സ്ത്രീ പുരുഷന്മാരെ വ്യാപിച്ചവനായ റബ്ബിനെ സൂക്ഷിക്കാനാ പറഞ്ഞത്. അവിടെ അങ്ങനെ മുസ്ലിം എന്ന് പറഞ്ഞില്ല, മനസ്സിലാണ്ടോ? അപ്പൊ അതുകൊണ്ട് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയത് പറഞ്ഞാൽ അള്ളാന്റെ അടിമകളാണ് ഇവരൊക്കെ. അങ്ങനെ അള്ളാന്റെ അടുത്ത് നിന്ന് കൂലി കിട്ടാനും അള്ളാഹ് തൃപ്തിപ്പെട്ട വിഭാഗത്തിലാകാനും വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഖുർആനും തിരുസുന്നത്തും പിന്തുടർന്നു പോരുന്നത്. അപ്പോൾ ഈ സംഘടനകളുടെ വളർച്ച എന്താണ് എന്ന് ചോദിച്ചാൽ അത് കൃത്യമായിട്ട് പറയാനൊന്നും എനിക്കറിയില്ല. അതിന് നമ്മുടെ നാട്ടിലെ പണ്ഡിതന്മാരുണ്ട്. പക്ഷെ ഒരു കാര്യം പറയണം, നമ്മുടെ വീട്ടിൽ നമ്മൾ 10 മിനിറ്റെങ്കിലും ഖുർആനെ ചർച്ച ചെയ്യണം. 10 മിനിറ്റെങ്കിലും. അത് ഒരു ചുരുക്കി പറഞ്ഞു പറഞ്ഞാൽ മദ്രസ പോയ ഒരു കുട്ടി വന്നിട്ട് ഇന്ന് ഏതാ ക്ലാസ് എടുത്തതെന്ന് ചോദിക്കണം. അല്ലെങ്കിൽ ഏത് ഖുർആൻ എടുത്ത്, ഏത് ആയത്ത എടുത്തതെന്ന് ചോദിച്ചാൽ ആ അധ്യായത്തിൽ എത്ര ആയത്താന്ന് ആ കുട്ടിയോട് ചോദിക്കണം. എന്നിട്ട് കുട്ടിക്ക് അറിഞ്ഞില്ലെങ്കിൽ കാരണം കുട്ടി നാളെ മദ്രസയിലെ അധ്യാപകനോട് പോയി ചോദിക്കണം, ഉമ്മ ചോദിച്ചതിനോട് ഇങ്ങനെയാണ്. അപ്പോൾ ആ അധ്യാപകനും പഠിക്കാൻ പറ്റും, ഇങ്ങൾക്കും പഠിക്കാൻ പറ്റും, നമ്മളുടെ കുട്ടിക്കും പഠിക്കാൻ പറ്റും. ഖുർആനെ ഇത്രയേറെ സ്നേഹിക്കുകയും അനുസരിക്കുകയും ജീവിതത്തിൽ പകർത്തുകയും ചെയ്ത മൊയ്തുക്ക, ഇവിടെ ചോദിച്ച ചോദ്യങ്ങളിലെല്ലാം മൊയ്തുക്ക പരാമർശിച്ച ഒരു കാര്യമാണ് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആൻ ജനങ്ങൾക്ക് മൊത്തമായിട്ടുള്ളതാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ രൂപത്തിൽ ജീവിതത്തിൽ എന്ത് പ്രവർത്തിക്കുകയാണെങ്കിലും എന്ത് സംസാരിക്കുകയാണെങ്കിലും ഖുർആൻ എന്നുള്ള ആ ഒരു ലെവലിലേക്ക് വരുമ്പോൾ അതുകൊണ്ട് മൊയ്തുക്കാക്ക് മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ആരിൽ നിന്നെങ്കിലും നേരിട്ടിട്ടുണ്ട്? ഒരു പ്രയാസം എനിക്ക് ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ ഖുർആൻ പഠിച്ചത് കൊണ്ടും അതനുസരിച്ച് ജീവിച്ചത് കൊണ്ടുമാണ് ഇതര സമുദായങ്ങളെ എനിക്ക് സഹായിക്കാൻ പറ്റുന്നത്. എന്റെ അടുത്ത വീട്ടിലെ കുമാരി ചേച്ചി, ഇണ്ണിയേക്ക്, കറുപ്പായി, ഇവർക്കൊക്കെ അത് എല്ലാ മാസം കൊണ്ടുകൊടുക്കാൻ പറ്റുന്ന എന്റെ അറിവ് ഖുർആനാണ്, അല്ലാതെ എന്റെ കഴിവൊന്നുമല്ല. ഇത്രയും നേരം മൊയ്തുക്കയോട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇത്രയും നല്ല ഒരു ദൈവിക ഗ്രന്ഥം, നമുക്കൊരു മാർഗനിർദ്ദേശമായിക്കൊണ്ട് ഇത്രയും നല്ലൊരു ഗ്രന്ഥം ഉണ്ടായിട്ട് മിക്ക ആളുകളും അത് എടുക്കുന്നില്ല, സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. മൊയ്തുക്ക ഈ ഖുർആനെ കുറിച്ച് ഇത്രയും പറഞ്ഞപ്പോൾ എന്താണ് മൊയ്തുക്കയുടെ അഭിപ്രായം? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലുള്ള ഭൂരിഭാഗം ആൾക്കാരും നിസ്കരിക്കുന്ന ആൾക്കാരാണ്. ആ ഫാത്തിഹ ആദ്യത്തെ അധ്യായമാണല്ലോ, അതിൽ എത്ര ആയത്താണെന്ന് ചോദിച്ചാൽ ഭൂരിഭാഗം ആൾക്കാർക്കും പറയാൻ കഴിയുന്നില്ല. അർത്ഥം രണ്ടാമത്തെ കാര്യമാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലൊരു 10 മിനിറ്റ് ഖുർആനെ ചർച്ച ചെയ്താൽ ഇത് നമുക്ക് പഠിക്കാൻ കഴിയുമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇൻഷാ അല്ലാഹ്. മൊയ്തുക്ക, ഇത്രയും നേരം ഖുർആൻ സംബന്ധമായിട്ട് താങ്കളുടെ
ബിസിനസ് ചോദിച്ചപ്പോൾ ഖുർആനിലേക്കാണ് താങ്കൾ നോക്കിയത്. അതുപോലെ തന്നെ കുടുംബജീവിതത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴും. ഇനി എനിക്ക് ഇന്ന് പൊതുവായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങളിൽ ഒന്നാണ് മയക്കുമരുന്നിന് അടിമപ്പെട്ടു പോകുന്ന യുവത്വം. അതുപോലെ തന്നെ മാതാപിതാക്കളെയെല്ലാം മറന്നുകൊണ്ട് ബന്ധുമിത്രാദികളെയും ഉറ്റവരെയും ഉടവരെയും വിട്ടുകൊണ്ട് മറ്റുള്ളവൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെൺമക്കള്. അതുപോലെ തന്നെ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഇന്ത്യയിൽ വർദ്ധിച്ചു വരുന്ന മതവർഗീയത. ഈ വിഷയങ്ങളെ സംബന്ധിച്ച് ഖുർആനിൽ നിന്ന് എന്താണ് മൊയ്തുക്കാക്ക് മനസ്സിലായിട്ടുള്ളത്? ഒന്ന് വിശദീകരിക്കാമോ? അതായത് മറ്റുള്ളവരെ ഉപദേശിക്കാനുള്ള ഒരു കഴിവ് എനിക്ക് കിട്ടിയിട്ടില്ല. ഞാനിത് പഠിച്ച് മനസ്സിലാക്കുക, എൻ്റെ ജീവിതത്തിൽ പകർത്തുക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചിട്ട്. അൽഹംദുലില്ലാ. അപ്പോൾ പറഞ്ഞാൽ ഇനി അതിനെ പറ്റിയിട്ട് പറയാനുള്ളത്, കാരണം സൂറത്ത് നംൽ 27-ാമത്തെ ഒരു അധ്യായം ഉണ്ട്. അതിലെ 1 മുതൽ 5 വരെ ആയത്തിനെ പഠിക്കുക. ശ്രദ്ധിച്ച് കേൾക്കണം, എല്ലാവരും അത് ശ്രദ്ധിച്ച് പഠിക്കണം. അത് ത്വാസീൻ എന്ന് തുടങ്ങുന്ന ഒന്നാണ്. അതിൽ പറഞ്ഞാൽ അള്ള പറയുന്നത് ഇങ്ങനെ 1, 2, 5 വരെയുള്ള ആയത്തിൽ, അതായത് പറഞ്ഞാൽ നിസ്കരിക്കുന്നവനും സകാത്ത് കൊടുക്കുന്നവനും പരലോകത്ത് ദൃഢമായി വിശ്വസിക്കുന്നവനും സന്തോഷ വാർത്തയും താക്കീതുമാണ് ഖുർആൻ. എന്നിട്ട് പറഞ്ഞാൽ അതിന് ശേഷം പറയുന്നു, ഇത് ചെയ്യാത്ത ആൾക്കാർക്ക് അവർ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളും ഭംഗിയായിട്ട് തോന്നും. ഒളിച്ചോട്ടം തോന്നും, മയക്കുമരുന്ന് തോന്നും, വൃദ്ധസദനത്തിൽ കൊണ്ടാക്കലാവും. ഇതൊക്കെ ചെയ്യുന്നു എന്ന് വിചാരിച്ചാൽ, ഇതുകൊണ്ട് പ്രയാസം അനുഭവിക്കാതെ ഇരിക്കണമെങ്കിൽ ഈ ഖുർആനെ പഠിക്കണം, ഈ ഒരായത്ത് പഠിക്കണം. ഈ ഒരായത്ത് പഠിച്ചു പറഞ്ഞാൽ അത് കൃത്യമായിട്ട് മനസ്സിലാവും. എന്നിട്ട് അള്ള പറയുന്നു, ഞാൻ നിങ്ങളെ ശിക്ഷിക്കുന്നത്. എന്നിട്ട് പറയുന്നു പരലോകത്തിന്റെ കഠിനമായ ശിക്ഷ ഉണ്ടെന്ന്. അപ്പോൾ ഒരു പെൺകുട്ടി, ഈ ഒരു ആയത്തിനെ ആസ്പദമാക്കിയിട്ട് പറയാം, ഒരു പെൺകുട്ടി പറഞ്ഞാൽ ഒരു ഇതര സമുദായത്തിന്റെ മുന്നിൽ ഒളിച്ചുകൂടുകയാണ് വെച്ചാൽ അവൾക്ക് ഏറ്റവും നല്ല കാര്യമാണ്, അവളുടെ രക്ഷിതാക്കൾക്ക് ഏറ്റവും വലിയ ശിക്ഷയാണ്. മനസ്സിലാണോ? അപ്പൊ നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അതുമാതിരി പറഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ദുനിയാവിൽ പ്രശ്നങ്ങളുണ്ടോ അതൊക്കെ നമ്മൾ ഇതിനെ മറന്നുകൊണ്ടുണ്ടാക്കിയതാണ്. ഇതിനെ മറന്നെല്ലാം പരിഹാരം പരിശുദ്ധ ഖുർആനുണ്ട്. കാരണം നിങ്ങൾ പഠിക്കണം. കാരണം എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു മകനെ ബലിയർപ്പിക്കാൻ പറഞ്ഞിട്ടില്ല, നമ്മുടെ സ്വത്ത് കൊടുക്കാൻ പറഞ്ഞിട്ടില്ല, നമുക്ക് തന്നതിന്ന് ചെലവഴിക്കാനേ അള്ളാഹ് പറഞ്ഞിട്ടുള്ളൂ. അള്ളാഹ് തന്ന അനുഗ്രഹങ്ങളെ നമ്മൾ ഓർക്കണില്ല. ചുരുക്കം പറഞ്ഞാല് പരിശുദ്ധ ഖുർആനിൽ ഷിഫയുണ്ട് എന്ന് പറയുന്ന ആളുകൾ പോലും ഇപ്പോ പരിശുദ്ധ ഖുർആനിൽ ഷിഫയുണ്ട് എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ ജീവിക്കണം, നിങ്ങൾ എന്തിന് ജീവിക്കണം, നിങ്ങൾ എങ്ങനെയൊക്കെ ജീവിക്കണം എന്ന് പരാമർശിക്കുന്ന ഖുർആനിലേക്ക് മടങ്ങുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും മടങ്ങുന്നില്ല. അതിന് ഇന്ന് പറഞ്ഞാല് പിന്നെ എന്റെ പ്രായമുള്ള ഒരാൾ പറഞ്ഞാൽ ഇങ്ങനെ മടിച്ചിരിക്കുകയാണ്, എനിക്ക് ചെറുപ്പത്തിൽ പഠിക്കാൻ തന്നില്ല എന്ന് വിചാരിച്ച് മാറിയിരിക്കേണ്ട ഒരു കാര്യമല്ല. മനസ്സിലാണ്ടോ? അതായത് ഇന്ന് ഒരുപാട് മാർഗങ്ങളുണ്ട്. നല്ല പണ്ഡിതന്മാർ ഓരോ ആയത്തുകൾ വെച്ചിട്ട് അയക്കുന്നുണ്ട്, അതിന്റെ പരിഭാഷ അയക്കുന്നുണ്ട്. പക്ഷേ വേറൊരു പ്രശ്നമുണ്ട്, ഇന്നത്തെ മുസ്ലിം സമുദായം ഞാൻ അതെങ്ങാനും പഠിച്ചാൽ ആ സംഘടനയിലേക്ക് പോകുമെന്ന് സംശയിക്കുകയാണ്. അള്ളാന്റെ തൃപ്തി എങ്ങനെ, അള്ളാനെ കണ്ടുമുട്ടണം എന്ന് തോന്നുന്ന ഒരാൾക്കേ ഇത് പഠിക്കാൻ തോന്നുള്ളൂ, അല്ലാത്തവന് തോന്നില്ല. മാർഗങ്ങളുണ്ട്. ഓക്കെ. താങ്കളുടെ ബിസിനസ്സിന്റെ വിജയരഹസ്യവും അതുപോലെ തന്നെ താങ്കളുടെ വീട്ടിൽ ഞാൻ ഒരു ദിവസം വന്നപ്പോൾ ചോദിക്കുകയുണ്ടായി, എന്താണ് ഈ 5-6 AC വീട്ടിൽ നിന്ന്. അപ്പോൾ താങ്കൾ പറയുന്നുണ്ട് എൻ്റെ മക്കളൊക്കെ എൻ്റെ വീട്ടിൽ തന്നെയാണ്. ഒരു കൂട്ടുകുടുംബമായിട്ട് മക്കളെയൊക്കെ ഒരുമിച്ച് ഒരു വീട്ടിൽ തന്നെ ജീവിക്കുന്നു എന്നതിലപ്പുറമായിക്കൊണ്ട് മക്കൾക്ക് ഇനിയൊരു 5 മക്കളുണ്ടായാൽ 5 മക്കൾക്കും വേണ്ടിയിട്ടുള്ള വീട് വെക്കാനുള്ള സ്ഥലം പോലും വാങ്ങി വെച്ചിട്ടുള്ള മൊയ്തുക്കയെ കുറിച്ച് ഇനിയും കുറെ പറയാനുണ്ട്, എനിക്ക് പറയാനുണ്ട്. മൊയ്തുക്ക പറഞ്ഞതെല്ലാം ഖുർആൻ സംബന്ധമായിട്ടുള്ളതാണ്. ഇത്രയും നേരം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ആളുകൾക്ക് മൊയ്തുക്ക ഇത്രയും വലിയ വിജയത്തിലേക്ക് നടന്നെടുത്ത മൊയ്തുക്കക്ക് പറയാനുള്ള ഒരു ഉപദേശം അല്ലെങ്കിൽ ഒരു നസീഹത്ത് എന്താണ്? അതായത് അതിലും പറയാനുള്ളത്, ഇപ്പം നമ്മളൊരു കച്ചവടം തുടങ്ങുകയാണെങ്കിൽ ഒന്നും കൂടെ പറയാം. അതായത് ഇപ്പോൾ സാധാരണഗതിയിൽ എല്ലാവരും കച്ചവടം തുടങ്ങണേ, ഒരു കുട്ടി ഉണ്ടായെങ്കിൽ ആ കുട്ടി നടക്കണമെങ്കിൽ 5 വർഷം വേണം, വീഴാത്ത നടക്കണമെങ്കിൽ. അതുമാതിരി ഒരു കച്ചവടം തുടങ്ങുമ്പോഴും അത് അഭിവൃദ്ധിപ്പെടണമെങ്കിൽ 5 വർഷം വേണം. അവിടെ ഹക്കുംബാത്തിലും ഹറാമും ഹലാലും നോക്കണം, അതുപോലെ കിട്ടുന്നതിന് സദഖ കൊടുക്കണം, സകാത്ത് കൊടുക്കണം. അപ്പോൾ ഇത് വർദ്ധിച്ചു തരുമെന്നാണ് അള്ളാഹ് പറഞ്ഞിട്ടുള്ളത്. ഞാനത് പിന്തുടർന്നത് കൊണ്ട് എനിക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരിക്കലും എനിക്ക് ഇത് പറഞ്ഞാൽ ഒരു അഹങ്കാരമായിട്ട് നിങ്ങൾ കാണരുത്. ഇത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കണമെന്ന് റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മാത്രം കണ്ടാൽ മതി. ഓക്കെ പ്രിയമുള്ളവരെ, ഞങ്ങൾ പുറത്ത് ആണ് അദ്ദേഹത്തിൻ്റെ ഒരു തോട്ടത്തിലിരുന്നു കൊണ്ടാണ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു. വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തെല്ലാം നല്ല ക്ലൈമറ്റ് ആയിരുന്നു. ഇപ്പോൾ ചെറിയ തോതിൽ മഴ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മൊയ്തുക്കയോട് കുറേ കാര്യങ്ങൾ കൂടി ചോദിക്കണമെന്ന് ഉണ്ടായിരുന്നു. മഴയുടെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് ഈ വീഡിയോ താൽക്കാലികമായിട്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇവിടെ പറഞ്ഞ വിഷയങ്ങളിൽ എന്തെങ്കിലും അഭിപ്രായ ഭിന്നതയുള്ളവരും നിർദ്ദേശങ്ങളുള്ളവരും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതോടെ അവസാനിപ്പിക്കാൻ മൊയ്തുക്ക. ഇൻഷാ അല്ലാഹ് സഹായിച്ചതിൽ ഒരുപാട് സന്തോഷം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈർ. അല്ലാഹു ആഫിയക്.